ജോൺസേട്ടാ, ആ ഇന്നലെ ന്യൂസിൽ മൊത്തം PV അൻവർ MLA അറസ്റ്റ് ചെയ്ത കാര്യമായിരുന്നു. ഇത്തരത്തില് അൻവറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ലേ? സത്യത്തിൽ ഇതിന്റെ പിന്നിലൊരു തന്ത്രമുണ്ടെന്ന്. കാരണം അൻവർ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിരുന്നു. 100% സർക്കാരിനൊപ്പം നിന്ന് പ്രതിപക്ഷത്തിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ അൻവറാണ് സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും അൻവറിന് അറിയുമായിരിക്കാം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു നല്ലൊരു തരം സാഹചര്യം കിട്ടുമ്പോൾ അൻവറിനെ ഒതുക്കണം എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൻവറിൻ്റെ വീണ് കിട്ടിയൊരു വടിയാണ് ഈ എന്താ പറയുക DFO ഓഫീസ് സമരം, അത് തമ്മിച്ചുള്ള വിഷയങ്ങൾ. അപ്പോൾ അൻവറിനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്താൽ സർക്കാർ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് ഇതിനെ എടുത്തിട്ടുള്ളത്. കാരണം അൻവറിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്, കാരണം പ്രതിപക്ഷം എന്ത് നിലപാടുകൾ എടുക്കും, അൻവറിനെ ചൊല്ലി പ്രതിപക്ഷം തല്ലുകൂടുമോ, അതോ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് അൻവറിനൊപ്പം നിൽക്കുമോ, അതോ അൻവറിനെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ആളുകൾ ഇടതുപക്ഷ മുന്നണിയിലുണ്ടോ, അതോ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ രഹസ്യമായിട്ട് അൻവറെ സഹായിക്കുകയും സംരക്ഷിക്കാനായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ആരെങ്കിലും സ്വന്തം പാളയത്തിലുണ്ടെങ്കിൽ അവരെയും കൂടി പുറത്ത് ചാടിക്കുക, അവരുടെ കൂടി പ്രതികരണങ്ങളിൽ കൂടെ അൻവറിന്റെ പിന്നിലുള്ള ആളുകളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികൾ, ഏതൊക്കെ പാർട്ടികൾ, ഏതൊക്കെ വിഭാഗങ്ങൾ അൻവറിന്റെ ഒപ്പം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അൻവറിനെ നേരിടാനായിട്ട് സർക്കാരിന് വളരെ എളുപ്പമായിരിക്കും. അതിനൊരു ടെസ്റ്റ് ഡോസാണ് സർക്കാർ ചെയ്തത്. കാരണം അൻവറിന്റെ പിന്നിൽ ഉള്ള യഥാർത്ഥ ശക്തി സ്രോതസ് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായിട്ടൊരു നീക്കം നടത്തിയതാണ് സർക്കാർ. ആ നീക്കത്തിൽ സർക്കാരിന് അൻവറിന്റെ ശക്തി എന്താണ്, ദൗർബല്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത നീക്കം വളരെ സർക്കാർ കരുതലോടെ ആയിരിക്കും നീങ്ങുക എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി എന്താണ് ഈ പറഞ്ഞതെന്ന് വല്ലതും ഉണ്ടോ? അപ്പൊ ഇത്തരത്തിൽ നടന്നപ്പോ പ്രതിപക്ഷം അൻവറിന്റെ കൂടെയായിരുന്നു. അതായത് അൻവറിനെ അറസ്റ്റ് ചെയ്ത് MLA അറസ്റ്റ് ചെയ്ത് ശരിയായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ പ്രതിപക്ഷം കൂടെ നിൽക്കുമ്പോ അൻവർ പ്രതിപക്ഷത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവരെ കക്ഷി ചേരാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സത്യത്തിൽ അവിടെ നമ്മൾ വനമേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അൻവർ എടുത്ത നിലപാടിന് പ്രതിപക്ഷത്തിനും കൂടി സപ്പോർട്ട് ചെയ്യുന്നൊരു വിഷയമാണ്. പക്ഷെ അത് വെച്ചിട്ട് അൻവറിനെ പരസ്യമായിട്ട് എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്നൊരു നിലപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിനില്ല. കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ശബ്ദങ്ങളാണ്. മുസ്ലിം ലീഗിലാണ് കൂടുതലൊരു താല്പര്യം അൻവറിനെ എടുക്കുന്നത്. മറ്റ് പല ഘടക കക്ഷികൾക്കും അൻവറിനെ പറ്റി ഇപ്പോഴും വിശ്വാസമില്ലാന്ന്. കാരണം അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിശത്തിന് കയറി ചാടുന്ന ഒരു ടൈപ്പ് ഒരു പ്രകൃതിയാണ്. കാരണം വ്യക്തമായിട്ടൊരു നിലപാടോ സ്റ്റാൻഡും ഇല്ലാന്ന്. കാരണം കഴിഞ്ഞ ചേലക്കര ഇലക്ഷനും പാലക്കാട് ഇലക്ഷൻ സമയത്ത് ആ ചേലക്കരയിൽ അൻവർ സ്ഥാനാർത്ഥിയെ നിർത്തുകയും അവിടെ UDF സ്ഥാനാർത്ഥിയെ തോൽക്കുന്നതിനൊരു ഘടകമാവുകയും ചെയ്തുകൊണ്ട് ശരിക്കും അൻവറിനെ സംബന്ധിച്ചിടത്തോളം വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു മുള്ളുംകെട്ടാവോ അൻവർ എന്നുള്ളൊരു ചിന്ത നിലനിൽക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അൻവറിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, ടാർഗറ്റ് എന്താണെന്ന്, ഉദ്ദേശം എന്താണ്, അൻവർ പരസ്യമായിട്ട് രംഗത്ത് വരികയും അൻവറിന്റെ യഥാർത്ഥ ശക്തി എന്താണ്, പിന്തുണ എന്താണെന്ന് അൻവർ തെളിയിക്കുകയും ചെയ്യാത്തോടത്തോളം കാലം UDF പരസ്യമായിട്ട് അൻവറിനെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു സാധ്യത ഇല്ല. കാരണം തൽക്കാലം അൻവറിനെ ബാഹ്യമായ ഒരു പിന്തുണ കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് പൂർണ്ണമായിട്ട് അൻവറിനെ ഉൾക്കൊണ്ടുകൊണ്ട് UDF ഉൾക്കൊണ്ടുപോകുന്നുള്ളൊരു സാധ്യത നമുക്കിപ്പോൾ കാണുന്നില്ല. പക്ഷെ ഇങ്ങനൊരു സാധ്യത അൻവർ പൂർണ്ണമായിട്ട് കോൺഗ്രസിൻ്റെ ഉള്ളിലേക്ക് ലയിച്ച് കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന തരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഒരു സാധ്യത, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ മുന്നണിയിൽ എടുത്തേക്കാം. പക്ഷെ അൻവറിൻ്റെ പാർട്ടീനെ ഒരു ഘടകകക്ഷിയാക്കിയിട്ട് ഇപ്പം എടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു ചർച്ചയിലേക്ക് അൻവർ വരാനുള്ള ശക്തി അൻവറിന് ഇതുവരെ തെളിയിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി അടുത്ത് വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അൻവറിൻ്റെ പാർട്ടി ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഭാഗങ്ങളിൽ ശക്തി തെളിയിച്ച് വളരെ കരുത്ത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ UDF അൻവറുമായി ഇതിൽ വരാം. ഒരിക്കലും 100%
മനസ്സ് തുറന്ന് അൻവറിനൊപ്പം പ്രതിപക്ഷം നിൽക്കുന്നുള്ളതിൻ്റെ സൂചനകളായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല. സർക്കാരിനെതിരെ അൻവർ നിൽക്കുന്നു, അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ളൊരു നിലപാടാണ് UDF എടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായുള്ളൂ. അൻവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിൻ്റെ യഥാർത്ഥ നയം, ലക്ഷ്യം എന്താണ്, പ്ലാൻ എന്താണ്, പദ്ധതി എന്താണെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. പല നിർണായക വിഷയങ്ങളും അൻവർ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഉദാഹരണമായിട്ട് മുനമ്പം വിഷയം തന്നെ ഇപ്പോൾ UDF ഒരു അഭിപ്രായമുണ്ട്, മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അൻവർ ഈ മുനമ്പം വിഷയത്തിൽ ഇതുവരെ അൻവർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം ഒരു കാര്യത്തിലും അൻവർ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അൻവറിന് ആകെ കൂടിയിട്ട് താല്പര്യം കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നിലമ്പൂര് നിയമസഭാ മണ്ഡലത്തിൽ അൻവറിന് ജയിച്ച് എങ്ങനെയും വരണം, അതല്ലെങ്കിൽ ഒരു മന്ത്രിയാവണം എന്നൊരു അജണ്ടയൊക്കെയാണ് അൻവറിനുള്ളത്. ഈ അജണ്ട UDFന് തിരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അൻവർ വരികയാണെങ്കിൽ അത് ഉപകാരമാവോ ഉപദ്രവമാവോ അല്ലെങ്കിൽ വേലിമിരിക്കുന്ന പാമ്പിനെടുത്ത് തോളത്തിട്ട് പോലെയാവോ എന്നുള്ളൊരു ചർച്ച UDFന്റെ ഉള്ളിലുണ്ടെന്ന്, അകത്തും പുറത്തുമുണ്ടെന്ന്. അപ്പം ഇതൊക്കെ അൻവറിൻ്റെ യഥാർത്ഥ ശക്തി പുറത്തേക്ക് വന്നാൽ മാത്രമേ ഈ അൻവറിന് ഒരു വില പേശാനുള്ള കഴിവ് കിട്ടുള്ളൂ. അതിന് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നടക്കുമ്പോഴും അൻവറിന് ഇന്ന് രാവിലെ ജാമ്യം കിട്ടി. ഇന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ട്, റിലീസിംഗ് ഇന്ന് ആവും രാത്രി. അതാണ് ഈ ജാമ്യം കിട്ടിയതിലൂടെ സർക്കാരിന്റെ നിലപാട് തെറ്റാണെന്നാണോ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? അല്ല, ഇതിൽ സർക്കാരിന്റെ നിലപാട് തെറ്റാണോ ശരിയാണോ? സർക്കാരിനൊരു അജണ്ടയുണ്ട്, അൻവറിനൊരു അജണ്ടയുണ്ട്. അജണ്ടയുടെ ഭാഗമായിട്ട് സർക്കാർ അത് നടപ്പിലാക്കുന്നു. ഇവിടെ നമ്മൾ കാലാകാലങ്ങളിൽ അധികാരം, മണി പവർ, മസിൽ പവർ ഉള്ളവർ അവരുടെ ആധിപത്യം, അധികാരം എന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ PC ജോർജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കേന്ദ്രത്തിൽ തന്നെ സർക്കാരുകൾ പല തരത്തിലുള്ള അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യം എന്നുവെച്ചാൽ അധികാരം, ആധിപത്യം, മണി പവർ, മസിൽ പവർ ഉള്ളവർ ഇതെല്ലാം എപ്പോഴും എല്ലായിടത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അൻവർ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ഈ അൻവർ തന്നെ സർക്കാരിൻ്റെ ഭാഗമായി ശക്തനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതേ അൻവർ, ഇതേ നയം തന്നെയാണ് അൻവറും ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതേ സിസ്റ്റം അൻവറിനെതിരെ തിരിച്ചടിച്ചു എന്ന് മാത്രം. അൻവർ അന്ന് കാലത്ത് ചെയ്തിരുന്നതിന് അതേ അവസ്ഥ തന്നെ ഇപ്പോഴും. അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ അധികാരം, ആധിപത്യമുള്ളവർ ഏത് കാലഘട്ടത്തിലും എന്നും അന്നും ഇന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് ആഗോള ലോക ഐക്യരാഷ്ട്ര സംഘടനയിലും നമ്മുടെ പശ്ചിമേഷ്യ ആണെങ്കിലും റഷ്യൻ ഉക്രൈൻ വിഷയമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ആധിപത്യമുള്ളവരും അധികാരമുള്ളവരും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ലോകാരംഭം മുതൽ ലോകാവസാനം വരെ ഇങ്ങനെ തന്നെയാണ്. അതിൽ സർക്കാർ ചെയ്ത് ശരിയോ തെറ്റൊന്നുമില്ല. നമുക്ക് മസിൽ പവർ, മണി പവർ, അതിൻ്റെ പവർ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യും. എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ്. അപൂർവമായിട്ട് ചില ഭരണാധികാരികളാണ് ഇത്തരം കാര്യങ്ങളിൽ എന്താ പറയുക ഈ മാനുഷിക പരിഗണന വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാറ്. പൊതുവെ ഒരുപക്ഷെ ഭരണാധികാരികളൊക്കെ പല ഭരണാധികാരികളും ഇങ്ങനെ തന്നെയാണ്. അതിൽ നമുക്ക് അവർ ചെയ്യുന്നത് അവർക്ക് ശരിയാണെന്ന്, അതിൽ നമുക്ക് അവർ ചെയ്യുന്നത് അവർക്ക് ശരിയാന്നുള്ളത് അവരുടെ ചിന്തയിൽ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല, തെറ്റുമാണ്. അപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നോക്കുമ്പോൾ നീതികേടാണെന്ന് നമുക്ക് തോന്നും, കാരണം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ അധികാരം, ആധിപത്യം ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഓരോ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം.